കലോത്സവ വാർത്തകളിലേക്ക് വരികയാണ്. നമുക്കിപ്പോൾ ഒരു അതിഥി കൂടി ചേരുന്നുണ്ട്, നടനഭൂഷണം ഗായത്രി സുബ്രഹ്മണ്യം. മാഡം സ്വാഗതം. അപ്പോൾ ആകർഷണീയ ഇനങ്ങളും പ്രധാന ഇനങ്ങളും ഉണ്ട്, പക്ഷെ വേദി ഒന്നിൽ എപ്പോഴും ഭരതനാട്യം, കുച്ചിപ്പുടി, കേരള നടനം, മോഹിനിയാട്ടം ഇതൊക്കെയാണ് നടക്കാറ്. ഈ നൃത്ത ഇനങ്ങൾ എന്തുകൊണ്ട് കലോത്സവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാകും? കാഴ്ചഭംഗി, ദൃശ്യ ഭംഗി ഉള്ള ഒരു കലാരൂപമാണ് നൃത്തം. എന്ന് വെച്ചാൽ ശ്രവ്യകല, ദൃശ്യകല എന്ന് രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ചെവിക്ക് കേട്ട് അത് മധുരം നൽകുന്ന ഒരു കലയാണ് ദൃശ്യകല. അത് സംഗീതം ഒക്കെ അതിൽ പെടുന്നതാണ്. അതേസമയത്ത് നമുക്ക് അഭിനയ പ്രാധാന്യമുള്ള നൃത്തങ്ങളും നടനങ്ങളും ഒക്കെ നമുക്ക് ദൃശ്യകലയിലാണ് പെടുന്നത്. നമുക്ക് കാണുന്നതിൽ കണ്ട് നമ്മൾ ആസ്വദിക്കുന്നതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഈ ഇത്തരം നൃത്തവേദികളിലാണ് ആസ്വദിക്കുന്നവരുടെ എണ്ണം ഒരുപാടുണ്ട്. പക്ഷേ എപ്പോഴും അണിയറയിൽ നൃത്തവേദികളിൽ അല്ലെങ്കിൽ ജഡ്ജ്മെന്റിൽ നൃത്തവേദികളിലെ ഇനങ്ങളിലാണ് എപ്പോഴും വിവാദങ്ങൾ കൂടുതലും ഉയർന്നു കേൾക്കുന്നത്. അത് ശരിയല്ലേ? ശരിയാണ്. അതിൻ്റെ പ്രധാന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ക്വാളിഫിക്കേഷൻ മാത്രം പോരാ. എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ജഡ്ജസിനെ തിരഞ്ഞെടുക്കുമ്പോൾ ക്വാളിഫൈഡ് ആണോ എന്നുള്ളത് നോക്കും. ക്വാളിഫൈഡ് ആയിരിക്കും, ഡിഗ്രി ഉണ്ടാവും, PG ഉണ്ടാവും, പക്ഷേ ക്വാളിഫിക്കേഷൻ മാത്രം പോരാ. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, അത് അനുഭവ സമ്പത്ത് എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് വേണം. ഈ കലാരൂപത്തിൽ, ഈ കലയിൽ നമ്മൾ നിൽക്കുമ്പോൾ ആ കലയിൽ നമുക്കൊരു എക്സ്പീരിയൻസ് വേണം. നമ്മൾ കളിക്കുന്നത് പോലെ കുട്ടികൾ കളിക്കണം എന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല. അവരുടെ പ്രായവും അവരുടെ പക്വതയും അവരെ കുട്ടികളായിട്ട് തന്നെ കാണും. ആ കുട്ടികൾ കളിക്കുമ്പം അതിൻ്റെ ലെവലിൽ വേണം നമ്മൾ ജഡ്ജ് ചെയ്യാൻ. അല്ലാതെ ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് കളിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു PG സ്റ്റുഡൻറ്റ് കളിക്കുന്ന പോലെ, അല്ലെങ്കിൽ PG കഴിഞ്ഞ ഒരാൾ കളിക്കുന്ന പോലെ ആ തരത്തിലായിരിക്കരുത്. അതായത് ഈ ഒരു അവരുടെ മികവിൻ്റെ പാരമ്യതയിലേക്ക് എത്തുന്നത് തടയിടുകയാണ് പലപ്പോഴും അവരുടെ കണ്ണിലൂടെ കാണുമ്പോൾ, അല്ലേ? അതാണ് ശരി. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഇരിക്കുമ്പോൾ നമ്മളുടെ ശരി, നമ്മൾ എങ്ങനെ കളിക്കണം, നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവർ കളിക്കേണ്ടത്, ഏതിനെയാണ് നമ്മൾ കൂടുതൽ കണ്ട് അതുപോലെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ ശരിയെന്ന് കാണുന്നത്. അപ്പം അതേ വ്യൂ പോയിന്റിലൂടെയാണ് കുട്ടികളെ കാണുന്നത്. അതെന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസിൻ്റെ കുറവാണ്. കാരണം ഈ PG കഴിഞ്ഞ ഉടനെ ഉള്ള കുട്ടികളെന്ന് പറയുമ്പോൾ ഈ കുട്ടികളുമായിട്ട് ഒന്നും +2 പഠിക്കുന്ന കുട്ടികളുമായിട്ടൊന്നും വലിയ ഏജ് ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. ഒരു 5-6 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് അവരുടെ ഒരേ തലത്തിലാണ് അവർ ഈ പിള്ളേരെയും കാണുന്നത്. അപ്പോൾ ഈ കുട്ടികളെ കാണേണ്ടത് അങ്ങനെയല്ല, അവരെ കുട്ടികളായിട്ട് തന്നെ കാണണം, അവരുടെ പ്രായത്തിനനുസരിച്ച് അവർ ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഈ പഠിക്കുന്നതിൻ്റെയൊക്കെ ഇടയിലാണ് അവർ ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കി ഇത്രയും വരെ എത്തുന്നത്. അപ്പം അതെല്ലാം നമ്മൾ മനസ്സിലാക്കി വേണം ജഡ്ജ് ചെയ്യാനിരിക്കാൻ. ശരി, ഈ ഇപ്പം നമ്മൾ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കുച്ചിപ്പുടിയും ഭരതനാട്യവും മോഹിനിയാട്ടവും കേരള നടനവും ഒക്കെ അരങ്ങേറിയ വേദിക്ക് മുന്നിലാണ്. അപ്പോൾ ഈ വേദിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഓർമ്മകളിൽ വരുന്നത് എന്താണ്? ഓർമ്മകളിൽ ഞാൻ ഒരുപാട് ജഡ്ജ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കലോത്സവങ്ങൾക്ക് ജഡ്ജായിട്ട് പോയിരുന്നിട്ടുണ്ട്. അപ്പം ഓരോ വേദികളിലും നമ്മൾ ഇരിക്കുമ്പോൾ ഉള്ള ഓരോ കുട്ടികൾ ചെയ്യുന്ന പെർഫോമൻസ്, ഓരോ കുട്ടികൾ അവിടെ വന്ന് നിന്ന് ബുദ്ധിമുട്ടുന്ന പാരൻസിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ഡയറക്റ്റ് നമ്മൾ അവരെ നോക്കില്ലെങ്കിൽ പോലും നമുക്ക് മനസ്സിലാവും, ഓരോ കുട്ടികളുടെ അവസ്ഥകൾ മനസ്സിലാവും. മാത്രമല്ല ഒരു മാനസിക സമ്മർദ്ദം കൂടി അവർക്ക് വരുന്നില്ലേ? ഇത് തരണം ചെയ്യാൻ എന്തെങ്കിലും മാർഗം ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും വേണ്ടേ? വേണം, ഉറപ്പായിട്ടും വേണം. കാരണം എന്ന് പറഞ്ഞാൽ അതാണ് പറഞ്ഞത്, അത് ഏറ്റവും കൂടുതൽ വേണ്ടത് അവർ ഒരു റിലാക്സേഷനാണ് അവർക്ക് വേണ്ടത്. ഈ ഡാൻസിലൂടെയൊക്കെ എന്ന് വെച്ചാൽ നാട്യശാസ്ത്രത്തിൽ പറയുന്നത് അസൂയ, അധർമ്മം, അത്യാഗ്രഹം തുടങ്ങിയ ദുർഗുണങ്ങൾ അകറ്റാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒന്നാണ് പഞ്ചമവേദമായ നാട്യവേദം. അപ്പം ഈ വേദത്തിലൂടെ ഒരു മനുഷ്യൻ്റെ സന്തോഷം അതാണ് കൂടുതലും ഉദ്ദേശിക്കുന്നത്. അവൻ ദുഷ്ടചിന്തകളിലേക്ക് പോവാതെ ഇരിക്കാനും. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇപ്പം ഒരു നൃത്തത്തിന് വേണ്ടിയിട്ട് ഇടനിലക്കാരെ വയ്ക്കുക, അവരിലൂടെ കാശ് കൊടുത്ത് എങ്ങനെയെങ്കിലും സമ്മാനം മേടിക്കാനുള്ള ഒരു പാടുപെടുക. അപ്പം ഇതെല്ലാം ദുഷ്ടതരമാണ് കാണിക്കുന്നത്. അപ്പം ഒരു കല ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് ദുഷ്ടതരം ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദുഷ്ടചിന്തകൾ മനസ്സിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ് ഈ പഞ്ചമവേദമായ നാട്യവേദം. ആ വേദത്തിനെ വെച്ച് തന്നെ കൂടുതലായിട്ട്
ദുഷ്ടചിന്തകളിലോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ കണ്ടുവരുന്നത്. മേഡം, ഒരു ചോദ്യം കൂടി. അതായത് ഈ ഞങ്ങൾ ഈ തുടക്കം മുതൽ മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ആശയം, ഒരു സന്ദേശം, അത് ആദ്യത്തെ സംഭവമൊന്നുമല്ല, പക്ഷേ ഇത് മത്സരവേദിയല്ല, ഉത്സവവേദിയാണ് എന്നെല്ലാവരും തിരിച്ചറിയണമെന്നാണ് മേഡത്തിൻ്റെ അഭിപ്രായം. അതെ, അങ്ങനെയാണ് വേണ്ടത്. പിന്നെ മാത്രമല്ല, ഇവിടെ ഈ പങ്കെടുക്കുന്ന കുട്ടികൾ, എത്ര കുട്ടികൾക്ക് ഈ ചെയ്യുന്ന ഐറ്റം എന്താണെന്ന് എത്ര കുട്ടികൾക്ക് അറിയാം. പലർക്കും അത് കളിക്കുന്ന രാഗം ഏതാണ്, താളം ഏതാണെന്ന് പോലും അറിയത്തില്ല. പിന്നെ നമുക്ക് കുറേ നിയമങ്ങളുണ്ട്. ഈ കോസ്റ്റ്യൂമിലൊക്കെ ഒരുപാട് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് ഇവർ. അങ്ങനെയൊന്നും ശരിക്കും ചെയ്യാൻ പാടില്ല. ഒരു നിയമമുണ്ട്, കോസ്റ്റ്യൂം ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ തന്നെ ആവണം. ഇപ്പോൾ ഭരതനാട്യത്തിൻ്റെ ഫ്രില്ലുണ്ടല്ലോ, ആ ഫ്രില്ലാണ് ആൺകുട്ടികൾക്ക് നടുക്ക് ഇപ്പോൾ വയ്ക്കുന്നത് കേരള നടനത്തിന്. ഒരിക്കലും അത് പാടില്ല. നമ്മൾ കഥകളിയിൽ ഒറ്റനാക്ക് എന്ന് പറയും, ആ ഒറ്റനാക്കാണ് ശരിക്കും ആൺകുട്ടികൾക്ക് സെൻട്രലായിട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റി ഇപ്പോൾ തോന്നിയ പോലെയൊക്കെയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ഡിസ്ക്വാളിഫൈഡ് ആണ്. അത് കുട്ടികൾക്കും ഒരുപക്ഷെ അറിയില്ലായിരിക്കും, ജഡ്ജസിന് ചിലപ്പോൾ അറിയില്ലായിരിക്കും. ടീച്ചേഴ്സിന് അറിയാലോ, ജഡ്ജസിന് അറിഞ്ഞൂടാന്ന് പറയരുത്. കാരണം അറിഞ്ഞൂടെങ്കിൽ ജഡ്ജസായിട്ട് വന്നിരിക്കാൻ പാടില്ല. ജഡ്ജസ് അറിഞ്ഞൂടെങ്കിൽ പിന്നെ ഇരുന്നിട്ട് എന്താ കാര്യം? അപ്പം ഒരിക്കലും ജഡ്ജസായിട്ട് ഇരിക്കുന്നവർക്ക് അറിയാതെ ഇരിക്കാൻ പാടില്ല, അവർ അറിഞ്ഞേ പാടുള്ളൂ. കാരണം എൻ്റെ കയ്യിൽ അതിൻ്റെ എവിഡൻസ് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനലിൽ കാണിക്കാം. ഏതായാലും ഒരു കാര്യം പറയുന്നുണ്ട്, കലകളെ, പ്രത്യേകിച്ച് നൃത്ത ഇനങ്ങളെ അതേപടി ആ നിയമാവലിക്കുള്ളിൽ നിർത്തി തന്നെ അവതരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിൽ നിന്നുണ്ടാകുന്ന വ്യതിചലനങ്ങൾ ആ കലയോട് കാണിക്കുന്ന ചെയ്തിയാണ്. മാത്രമല്ല കൃഷ്ണൻ, നമ്മൾ ഈ വളരെ പ്രസക്തമായി കാണേണ്ട മാഡത്തിന്റെ ഒരു വാക്കുണ്ട്. കാരണം ഇതെല്ലാം ഈ അസൂയ, ദുഷ്ടചിന്തകൾ അകറ്റി നിർത്താൻ വേണ്ടിയുള്ളതാണ് കല. പക്ഷെ ഇപ്പോൾ കല വച്ചുകൊണ്ട് കൂടുതൽ ദുഷ്ടപ്രവർത്തികളിലേക്ക് കൂടി ഇപ്പോൾ കടക്കുന്നുണ്ട് എന്ന് പറയുന്നത് അത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. അത്തരം കാര്യങ്ങൾ ഇനി ഒരിക്കലും സംഭവിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് സ്കൂൾ കലോത്സവ വേദികൾ. കാരണം നമ്മുടെ കുട്ടികൾക്ക് കുട്ടികളുടെ ഇടമാണത്. അവിടേക്ക് കൂടി ഈ ദുഷ്ടചിന്തകളും ദുഷ്ടപ്രവർത്തികളും കൊണ്ടുവരരുതെന്നൊരു അഭ്യർത്ഥന കൂടി. തമ്മിലുള്ള മത്സരമാകരുത്, ജഡ്ജസിന്റെ അതായത് ചതി അതിലേക്ക് വന്ന് പെടാൻ പാടില്ല. അതായത് സ്കൂളുകൾ തമ്മിലുള്ള ആരോഗ്യപരമായ മത്സരങ്ങളെല്ലാം നല്ലതാണ്, പക്ഷേ അത്രത്തോളം ആരോഗ്യമില്ലാത്ത അതിരുകടന്ന മത്സര ബുദ്ധി ഒരിക്കലും നന്നല്ല. എന്തായാലും ഇത്രയും നേരം നമ്മോടൊപ്പം പങ്കുചേർന്നതിന് വളരെയധികം നന്ദി.